അയിലമത്തി കാരിക്കടവ തിലോപ്പിയ നോക്കട്ടെ. ഇന്ന് കാക്ക മലന്ന് ഉറക്കൂല്ലോ. അല്ല, നീ ഇതുപോലെ മീനൊക്കെ മേടിച്ചോണ്ട് വരുന്നതേ ആദ്യമായിട്ടാണെന്നായിരിക്കും. അല്ല, ഏറെക്കുറെ അതുപോലെ ആണല്ലോ. താറാവ്. ഇത് താറാവാണോ? എനിക്ക് ഓർമ്മയുണ്ട് 2 താറാവിനെ സിംഗിനകത്ത് കൊണ്ടിട്ടത്. ഓ, എന്റെ മീനിനെ കൊണ്ട് അപ്പുറത്ത് കൊടുത്തത് ഏത്? നീന്തുന്ന മീൻ. എനിക്ക് ഓർമ്മയുണ്ട്. അങ്ങനെ പല പല അവസരങ്ങളിൽ ഞാൻ മീൻ വാങ്ങിച്ചതിന്റെ തെളിവുകളുണ്ട്. ഇതെന്താണ് ഇതിന് ഇത്ര ക്ലോറിന്റെ മണം? ഒരു ക്ലോറിന്റെ മണവും ഇല്ല ചേച്ചി, ചുമ്മാ അങ്ങ്. അല്ലടാ, ശരിക്കും നീ എവിടെ നിന്ന് മേടിച്ചത്? ശരിക്കും നോക്കുന്നത് അല്ലേ ചേച്ചി? ഞാൻ ഒരാൾ ചൂണ്ടിട്ടോണ്ടിരിക്കണെന്ന് വാങ്ങിച്ചാണ് കിലോ 200 രൂപയ്ക്ക്. എടാ സത്യം പറയടാ, ആരാണ്ട് കളയാൻ വെച്ചിരുന്ന മീൻ നീ പൂച്ചയ്ക്ക് കൊടുക്കാന്ന് പറഞ്ഞ് 5 രൂപയ്ക്ക് മേടിച്ചോണ്ടല്ലേ? അയ്യോ സത്യമല്ല, ഈ ഞാൻ കഴിക്കുവോ? കണ്ടാ ക്ലോറിന്റെ മണമില്ലേ? ഇതുവേണ്ട, ക്ലോറിനിട്ട് വെച്ച മീൻകറി കൂട്ടിയിട്ടുണ്ടോ? ഇല്ല. അങ്ങനെയാണ് ഇന്ന് കൂട്ടാ. ഇന്ന് നമ്മൾ ഇവിടെ അതാ ഉണ്ടാക്കുന്നത്. അല്ലേ? ക്ലോറിന്റെ മണല്ലേ? എടാ, കൈക്കൂലിയായിട്ട് മീനെങ്ങാനും കിട്ടണമെങ്കിൽ അതെല്ലാം കൂടെ ഇങ്ങോട്ട് വാങ്ങിച്ചോണ്ട് വരണം. എന്തിനാണ്? അയ്യോ, കൈക്കൂലി ഒന്നുമല്ല, ഇത് ഞാൻ ചൂണ്ടായിട്ട് ഒരുത്തം പിടിച്ചോണ്ട് അവന്റെ വാങ്ങിച്ചോണ്ട് വന്നത്. സത്യം. നിന്റെ പോലീസ് ബുദ്ധി പോരാ, മീൻ നോക്കി മേടിക്കാന്ന് മനസ്സിലായില്ലേ? പൈസ അത് കൊടുത്തെന്ന് തന്നെയാ. പൈസ കൊടുത്താ നീ? പൈസ കൊടുത്തു വാങ്ങിച്ചു 200 രൂപ കിലോ. അങ്ങോട്ട് ഇങ്ങടുത്ത് അവനെ സഞ്ചിയിലിട്ട് തന്നു നിനക്ക്. ഓ, ഇത് സയന്റിഫിക്കലി പറയുകയാണെങ്കിൽ ചില മീനുകൾ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യും സ്മെല്ല്. അങ്ങനെ അത് മീനുകൾക്ക് ഉണ്ടാവും പലതരം മണങ്ങൾ ഇങ്ങനെ പ്രൊഡ്യൂസ്. അതെ, ഒരു ഉളുമ്പ് മണം, അതെല്ലാം മീനുള്ളത്. പിന്നെ ചിലവന്മാര് മീനിനെ പിടിക്കാൻ വേണ്ടി ബ്ലീച്ചിങ് പൗഡർ അതിലെടുത്തിടും വെള്ളത്തിൽ. അളിയന്റെ ഈ മൃഗങ്ങളും പക്ഷികളും മീനുകളെ കുറിച്ചുള്ള അറിവ് ഭയങ്കര സ്മെല്ല്. എനിക്കിപ്പാണ് ഗുണമായി കേട്ടോ അളിയന്റെ അറിവുകൾ. രക്ഷപ്പെടുത്തി, അല്ലെങ്കിൽ ഞാൻ കൈക്കൂലി വാങ്ങിച്ചോണ്ട് ചുമ്മാ അടിച്ചിറക്കുവാണ്. ഞാൻ കൊണ്ടുവന്ന എന്തെങ്കിലും കുറ്റം എന്നെ പറയാതിരിക്കും. ഇതിന്റെ എന്ത് ചെയ്യാൻ അടുത്തോട്ട് പോടാ? അയ്യേ, ഇത് നല്ല അങ്ങോട്ട് മുളകൊക്കെ വെച്ച് പുളിയൊക്കെ വെച്ചൊരു മുളക് കറി. പുളി വെച്ച് മുളക് കറി. ഇത് തന്നെ അങ്ങ് വെച്ചാൽ മതി, ഇച്ചിരി പുളി കൂട്ടിയിട്ട്. അതെന്ത് വർത്താനം? മീൻ വാങ്ങിച്ചോണ്ട് വന്നപ്പോഴത്തേക്ക് മീൻ കഴിക്കാന്ന് ചോദിച്ചോണ്ടോ? പുളിയിട്ട് വെച്ചു വിടുക, അവൻ കഴിക്കട്ടെ. പുളിട്ട് വെച്ചു കൊടു, അവൻ കഴിക്കട്ടെ. കണ്ണാ നിക്ക് കണ്ണാ അവിടെ. അങ്ങനെ പറയല്ലേ, അമ്മുമ്മയുടെ ചക്കര കുട്ടനല്ലേ, ഇങ്ങനെ വാശി പിടിക്കല്ലേ കണ്ണാ. ദേ, സ്കൂളിൽ ലേറ്റ് ആയിട്ട് പോയാലേ ടീച്ചർ ക്ലാസ്സിൽ കയറ്റുകയല്ല, പറയുന്നത് കേക്ക്. ബാ ഇങ്ങോ. എന്താ കണ്ണാ ഇത്? കണ്ണിന് വേണ്ട പോലത്തെ കളറിംഗ് ബുക്ക് ഞാൻ പല കടയിലും നോക്കി, ഇവിടെ എങ്ങും കിട്ടാനില്ല. തൽക്കാലം നിന്റെ കയ്യിലുള്ള ഏതെങ്കിലും കളറിംഗ് ബുക്കിൽ ഒന്ന് കളർ ചെയ്തോണ്ട് പോ കണ്ണാ. കണ്ണാ ഇങ്ങനെ വാശി പിടിക്കല്ലേ കണ്ണാ. ബാ വേഗം വാ, റെഡി ആക്കി തരാം. ഞാൻ അമ്മയെ വിളിച്ച് പറയണോ? പറ്റൂല. എന്ത് പറ്റൂല? എന്തുവാടാ കിടന്ന് അലക്കുന്നത്? നിനക്ക് സ്കൂളിലൊന്നും പോണ്ടേ? കളർ ബുക്ക് വേണം. ഇവൻ യൂട്യൂബിൽ ഒരു കൊച്ചു കളർ ചെയ്തോണ്ടിരിക്കുന്ന എന്താണ്ടോ കണ്ടു. അപ്പൊ തുടങ്ങിയതാ കളറിംഗ് ബുക്ക് വേണമെന്ന് പറഞ്ഞോണ്ട് വാശി. ഞാൻ ഇവിടുത്തെ കടയിലൊക്കെ പോയിട്ട് അങ്ങനത്തെ ഒരു ബുക്ക് ഇല്ല. എനിക്ക് കളർ ബുക്ക് വേണം, ഇല്ലെങ്കിൽ ഞാൻ പോവില്ല. അങ്ങനത്തെ കിട്ടാനില്ലെന്ന് പറഞ്ഞില്ലേ കണ്ണാ? അത് കിട്ടും. കണ്ണം പറഞ്ഞ കളർ ബുക്ക് കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്. എവിടെ? ചെറുക്കം, വെറുതെ എരുതിയിൽ എണ്ണ ഒഴിക്കരുത് കേട്ടോ. സമാധാനിപ്പിക്കാൻ നോക്കുമ്പോ. അമ്മച്ചി അങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന്. എവിടെ സന്ദേശം പറ. ഓൺലൈൻ. ഇവിടെ പെട്ടെന്ന് വാങ്ങിച്ചേ. അപ്പൊ കണ്ണിന്റെ പ്രോബ്ലം സോൾവ് ആയല്ലോ. സുമേഷ് മാമ വാങ്ങിച്ചു തരും കേട്ടോ. അമ്മച്ചി എനിക്ക് നോക്കാനല്ലേ പറ്റത്തുള്ളൂ. അതെന്താ? കാശ് വേണ്ടേ? അതിന് ഇതിനൊക്കെ ഭയങ്കര വിലയാവോ? നിസാര പൈസയിലുള്ള അമ്മച്ചി ഇറക്കം കൂട്ട്. അമ്മൂമ്മ പ്ലീസ് അമ്മ വാങ്ങിച്ചേ. ശരി, ഞാൻ വാങ്ങിച്ചു തരാം. നീ ഒന്ന് ഓൺലൈനിൽ ഓർഡർ ചെയ്തോ, പൈസ തരാം. ഓർഡർ ചെയ്യും. ഇവിടെ എനിക്ക് ഈ ലൈറ്റ് എത്തുന്ന വാച്ച് കൂടെ ഓർഡർ ചെയ്യാൻ പൈസ തരണേ. നിനക്ക് ഇതിനാ ലൈറ്റ് എത്തുന്ന വാച്ച്? അമ്മ നമുക്ക് നടക്കുന്ന ഡിസ്റ്റൻസ് ഒക്കെ അറിയാൻ പറ്റും, നമ്മൾ എത്ര ദൂരം നടന്നൊക്കെ. വീട്ടിൽ ചുറിയും കുത്തിരിക്കുന്ന നിനക്കാ വാച്ച്. പോടാ ഇറക്കാടുന്നു. വേണ്ട. കണ്ണമ്മ, നമുക്കിനി റെഡി ആയിട്ട് വേഗം സ്കൂളിൽ ലേറ്റ് ആയി. ദൈവമേ, ഇറങ്ങിയോ? ടീം ഇറങ്ങിയോ? സ്റ്റാർട്ട് കൊടുക്കില്ല, സ്റ്റാർട്ട് കൊടുക്കില്ല. ഞാൻ വരുന്നത് ഇന്ന് പബ്ജിക്കത്തിട്ടമാരെ ഞാൻ പൊരിക്കും. ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വരാം. കാര്യം പറ. അതെ, പണ്ട് ഒരു 5 കൊല്ലം മുമ്പേ എന്റെ അമ്മ എന്റെ പേരിൽ ഒരു FD ഇട്ടിട്ടില്ലായിരുന്നോ? പൊട്ടിച്ചാ നീ? ഇല്ലെന്ന്. പിന്നെ അതിന്റെ പലിശ എന്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. ആണ്? എത്ര രൂപ? 32,000 രൂപ. പയ്യെ പറ. പൈസയുടെ കാര്യമാണ്. എല്ലാരും കൂടെ അതിൽ കമന്ന് വീഴും. സുമേഷർക്ക് അറിഞ്ഞ പിന്നെ അതിന്റെ പേരിൽ വേറെ എവിടെ നിന്നും പൈസ വാങ്ങിക്കും. എന്നാലും പെട്ടെന്ന് കുറച്ച് പൈസ കിട്ടിയില്ലേ? നീ ഒരു കാര്യം ചെയ്യും, ഇത് എടുത്തിട്ട് വേറൊരു FD തുടങ്ങും. എന്നിട്ട് ഈ പൈസ മൊത്തം അതിലോട്ടങ്ങ് മാറ്റും. അല്ല, ഈ പൈസ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിന് കുറച്ച് എടുത്തിട്ട്. ഒന്നും എടുക്കണ്ട, ഞാൻ പറയണ പോലെ അങ്ങ് കേട്ടാ മതി. ഒരുപാട് ആവശ്യങ്ങളുള്ളത്. അപ്പൊ FD ആവശ്യം നടക്കൂ? FD ആവശ്യങ്ങളിൽ പിന്നീട് നടന്നോളൂ.
രതീഷ സുനിയുടെ ബാക്കി ഇരിപ്പോണ്ട അടിയടാ. എടാ സ്കോപ്പ് എടുത്ത് ചടി, സ്കോപ്പ് എടുത്ത് ചടി. എടാ കേറി അറ്റാക്ക് ഞാൻ എനിക്കൊരു രഹസ്യം പറയണമെന്ന്. അടിച്ച് തല കിട്ടുന്ന ഹെഡ്ഷോട്ട് അടിച്ച് തല പോയി. ഞാൻ അതിനെക്കാട്ടി വലിയൊരു കാര്യം പറയാൻ വന്നത്. എന്ത് കാര്യം? എനിക്കൊരു രഹസ്യം പറയണം. രഹസ്യോ? ആ രഹസ്യം പറഞ്ഞിട്ട് പോ. താങ്ങോ ചിറ്റപ്പ? അത് ചിറ്റപ്പ താങ്ങോന്ന്. കൊതു ചിറ്റപ്പ അത് താങ്ങോന്ന്. എടാ ആറാറടി പൊക്കോളെ, ഞാൻ പിന്നെ രഹസ്യങ്ങളൊക്കെ നീ പറയടേ എന്ന്. അത് ഭയങ്കര സീക്രട്ടാണ്. ഭയങ്കര സീക്രട്ടാണ്. വരാനിങ്ങോട്ട്. അമ്മയ്ക്ക് ബാങ്കിൽ നിന്ന് കൊറേ പൈസ കിട്ടി. പൈസയോ? പൈസ കിട്ടി. എത്ര രൂപ? 32,000 രൂപ. 32,000 രൂപ? ഓടാ സത്യം. അത് ചിലപ്പോ വല്ല ഇത് മാറി വന്നായിരിക്കും, മറ്റേ അക്കൗണ്ട് ഒക്കെ. ഇപ്പൊ അക്കൗണ്ട് മാറി വന്നൊന്നും അല്ല. അമ്മ അവിടെ FB ഇൻട്രസ്റ്റ് എന്ന അച്ഛനത്തെ പറഞ്ഞ ഞാൻ കേട്ട്. ആമില്ലാത്തിന്റെ കുറവ് നീ അങ്ങ് നിർത്തിയല്ലേ? ശരി, ഞാൻ പോട്ടോ. അല്ല ചേട്ടത്തിക്ക് FB ഒക്കെ ഉള്ള ആര് ഞാൻ അറിഞ്ഞില്ലല്ലോ. എന്തായാലും എന്റെ പങ്കു ഞാൻ മേടിക്കാം. ഇപ്പൊ തരും. എന്താ ചേട്ടത്തിന് ഒരേ ഒരു അനിയനില്ല, അപ്പൊ എനിക്ക് ചേട്ടൻ തരായിരിക്കോ? ഇപ്പൊ ഇങ്ങനെ അങ്ങ് പോയാൽ അവര് തരത്തൊന്നുമില്ല. പ്രത്യേകിച്ച് അച്ഛനും കൂടി ഈ സംഭവം കിട്ടും, പിന്നെ ഒരിക്കലും കിട്ടൂല. ഇപ്പൊ എന്ത് ചെയ്യും? ഇനിയിപ്പൊ എന്തോന്ന് ചെയ്യാ? ഞാനും കുറെ സ്വപ്നം കണ്ട്. എന്ത് സ്വപ്നം? കൊറേ കണ്ട്. പറ, നിന്റെ സ്വപ്നം പറ. നമ്മളെ കൊറേ ഡ്രസ്സ് വാങ്ങിക്കുന്നതായിട്ടും കുഴിമന്തി അൽഫാമും കഴിക്കുന്നതായിട്ടും മറ്റേ ഈ ഐസ്ക്രീം ഫ്രൂട്ട് സലാഡൊക്കെ ഇങ്ങനെ കോരി കഴിക്കുന്നതായിട്ടും കൊറേ കണ്ട്. പക്ഷെ കാശില്ലല്ലോ. ഈ കാശില്ലാതെ ഈ സംഭവങ്ങളൊക്കെ എങ്ങനെ കിട്ടുമെന്ന് ആലോചിച്ച് നോക്ക്. ഐഡിയ വല്ലതും ഉണ്ടോ നിന്റെ? എന്റെ ഐഡിയ ഒന്നുമില്ല. ഇതിന്റെ ഫുൾ സ്കെച്ച് ഞാൻ വരയ്ക്കാം. ഏതിന്റെ? കട്ടിന്റെ അടിയിലെ കത്തി സിനിമ അടക്കല്ലേ? കട്ടിന്റെ അടിയിലെ കത്തി സിനിമ അടക്കല്ലേ? ചമ്പു ഞാനൊരു ബിൽഡപ്പ് കൊടുത്ത എന്റെ ഒരു ഐഡിയ ഉണ്ട്. പറ. നിനക്ക് ഇഷ്ടം മുണക്ക് ഫ്രൂട്ട് സലാഡും പൊറോട്ടയും ബീഫും ഒക്കെ കിട്ടുന്ന ഐഡിയ. അത് വാങ്ങിച്ചു തരണം, കാരണം ഞാനാണ് സീക്രട്ട് പറഞ്ഞത്. സീക്രട്ട് പറഞ്ഞത് നീയാണ്. നിനക്ക് ഐഡിയ വർക്കൗട്ട് ആക്കി നിനക്ക് ഞാൻ മേടിച്ചു തരും. തരുമല്ലേ? ഐഡിയ ഉണ്ട്. കൊതു അവിടെ ഇരിക്കട്ടെ. കാത്തിൽ കിടക്കുമ്പോ ഒന്ന് കടിക്കല്ലേ. കഷ്ടമാണ് നോക്കണേ വീട്ടിലെ കാര്യങ്ങളൊക്കെ. എന്താ അടുക്കള പണി ചെയ്യാൻ തുടങ്ങുമ്പോഴേ വിളി തുടങ്ങും. ഇത് കണ്ടാ? എന്താ ഇതിന് കുഴപ്പം? ഇനി കഴിഞ്ഞ ആഴ്ച ഞാൻ ഈ ഷർട്ട് ഇട്ടോണ്ട് പോയതാ, ഒരു കുഴപ്പമില്ലതാ. ഇത് കണ്ടാ? അതുപോലെ എലിയും കരണ്ടതായിരിക്കും. പിന്നെ ഇങ്ങനെ തുന്നൽ വിടുന്ന പോലെ എലി ഡ്രസ്സ് കളയുന്നത്. എന്റെ പൊന്നു മനുഷ്യ, ഒന്നാമത് ഇത് പഴഞ്ച ഷർട്ടാ. ഇതെങ്ങാനും കൊണ്ട് നിങ്ങൾ വേസ്റ്റിലിടും, ഞാൻ വൈകുന്നേരം കത്തിച്ചോളാം. കത്തിച്ചോളാം? എന്തോന്നു ഇത്? ഈ ഷർട്ട് ഞാൻ എടുത്തിട്ട് 3 വർഷം പോലും ആയില്ല. ഇത് ഇത്തിരി ഒന്ന് തച്ച് കഴിഞ്ഞാൽ ഒരു 2 വർഷം വരെ സുഖമായിട്ടുണ്ട്. ഇനി തയ്ക്കാനൊന്നും നിൽക്കണം. ഒന്നാമത് ഫേഡും ഒക്കെ ആയതാ. ഇത് കൊണ്ട് കള മനുഷ്യ. നീ ഒന്ന് തച്ചാ? ഞാൻ സൂചി നൂലെടുത്ത് തരാം. എനിക്ക് അടുക്കള പണിയുണ്ടെന്ന്. നൂലെടുത്ത് തരാം, നിങ്ങൾ തയ്ച്ചു. അതെ, ഭർത്താവിന്റെ ഡ്രസ്സൊക്കെ ഭാര്യയ്ക്ക് വേണമെങ്കിൽ തച്ചു കൊടുക്കാം. എന്നാ നിങ്ങളൊരു കാര്യം ചെയ്യും, ഞാൻ അടുക്കള കുറച്ച് സാമ്പാർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കാം. ഞാൻ തയ്ച്ചു തരാം, നിങ്ങൾ പോയി സാമ്പാർ ഉണ്ടാക്കും. ചെല്ല്. ഇങ്ങോട്ട് നീ സൂചി ദൂരം എടുത്തോളാം, ഞാൻ തച്ചോളാം. ഞാൻ എടുത്തോണ്ട് വരാം. ഇനി വിളിക്കരുത്. കൊണ്ടുവന്നില്ല, ഞാൻ വീണ്ടും വിളിക്കും. കൊണ്ടുവരുമോ? കൊണ്ടുവരാന്നാ. വേണം, നീ ഇട്ടോണ്ട് പോളതാ. നല്ല ഷർട്ടായിരുന്നു ഇത്. തയ്ക്കുന്ന കണ്ടിട്ട് മനസ്സിലല്ലേ? എടാ ഇതൊരു ഇവിടെ ഒരു കണ്ടാ തയ്യൽ വിട്ടു, അന്ന് തുന്നി ശരിയാക്കുന്നതാ. ഈ പഴയ ഷർട്ട് ഇട്ടുണ്ടോ പുറത്തോട്ട് പോകാൻ വന്നത്? പുതിയ മേടിക്കച്ചത്? ഈടാ പത്രത്തിലൊക്കെ പരസ്യമൊക്കെ ഞാനും കാണുന്നുണ്ട്. പുതിയ ഷർട്ടൊക്കെ ഭയങ്കര വിലയടാ. പത്രത്തിലെ പരസ്യം കണക്കൊന്നും അല്ല. അച്ഛനെ ഓൺലൈനിൽ നിന്ന് മേടിച്ചു തരാം. അയ്യോ വേണ്ട, നമുക്ക് ഇതൊക്കെ മതിയടേ. അത് മാത്രല്ല, അച്ഛൻ ഇതൊക്കെ ഇട്ടുകൊണ്ട് റോഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ ആൾക്കാർ പറയത്തില്ലേ രാവിലെ വീട്ടിലെ കുഞ്ഞുണ്ണി കീറി ഷർട്ട് ഇട്ടുകൊണ്ട് വന്ന്. ഒരു കുഴപ്പമില്ല. എടാ ഇത് ഇത്രയും കൊണ്ട് തച്ചു കഴിഞ്ഞാല് ഒരു 2 വർഷം സുമാറായിട്ട് ഇടാം. ഈ ഷർട്ടിന് 2 വർഷം കൂടി ഇടാനോ? ഞാൻ വേണമെങ്കിൽ ഒരു 5 വർഷം വരെ ഇടും. എന്ത് കുഴപ്പമൊന്നും? എന്തിനാ ഇങ്ങനെ പിശുക്ക് കാണിക്കുന്നത്? പുതിയ മേടിച്ചോടാ. എടാ പിശുക്കായിട്ടില്ല, കയ്യിൽ പൈസ ഇല്ലടാ. പൈസ ഇല്ല. നീ വാങ്ങിച്ചു തരൂ? നമുക്ക് ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞല്ലോ. ചേട്ടൻ്റെ അടുത്ത് അതാണ് അവനും കൂടെ ഞാൻ തുണി എടുത്ത് കൊടുക്കേണ്ടി വരും. അച്ഛ എന്റെ കൂടെ നമുക്ക് ചേട്ടനെ കൊണ്ട് ഇത് വാങ്ങിപ്പിക്കാം. അത് നടക്കില്ല, പോടെ അവിടുന്ന്. സീരിയസ് ആയിട്ട് പറഞ്ഞേന്ന്. ശരിയാവില്ലെന്ന് പറഞ്ഞല്ല, ഞാൻ ഇതിട്ടോളാം. പ്ലാൻ ബി നോക്കാം. എന്തോ ഈ ഷർട്ടേ കറക്റ്റ് ആയിട്ട് തച്ചില്ലെങ്കിൽ നാട്ടുകാർ കാണും ഇങ്ങനെ വിടർന്നിരിക്കും. ഞാൻ കറക്റ്റ് ആയിട്ട് തച്ചോളാം കേട്ടാ. ചെല്ല്. അല്ല സത്യം പറഞ്ഞ ചേട്ടനടുത്ത് പറഞ്ഞാൽ നമുക്ക് അച്ഛൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ചേട്ടനടുത്ത് പറഞ്ഞ പൈസ ഇറക്കി ഷർട്ട് മേടിക്കാം. ആണല്ലേ? നടക്കുമല്ലേ? നടക്കും. പിന്നല്ലേ? എന്നാ നടന്നങ്ങോട്ട് പോയാൽ മതി കേട്ടാ. ഇത് ഞാൻ ചെയ്തോളാം.
ദൈവമേ, അച്ഛന്റെ കൈ സൂചി കയറല്ലേ. യാ, എന്നെ പണിപ്പിക്കാൻ വരുന്നവൻ. ചേട്ടത്തി, ചേട്ടത്തി ഇതൊക്കെ എടുത്തി. എന്താടാ? ഷർട്ട് കീറി. അയ്യോ, ഇതെന്താ ഇന്ന് ഇവിടെ എല്ലാവർക്കും ഇങ്ങനെയാണോ? അച്ഛൻ ഷർട്ട് കീറി എന്ന് പറയുമ്പോ കുറച്ച് മുമ്പ് അവിടെ നിന്ന് തുന്നുന്നുണ്ടായിരുന്നോ? ചെന്നെ പോലെ എനിക്ക് തുന്നിയൊന്നും ഇടാൻ വയ്യ ചേട്ടത്തി. ഒരു പുതിയൊരു ഷർട്ട്. എന്താടാ? എന്റെ ഷർട്ടും കീറി കണ്ടാ? അയ്യോ, നിന്റെ ഉടുപ്പ് കീറിയോ? അങ്ങനെ എങ്ങനെ എല്ലാവരുടെ ഉടുപ്പം കീറുന്നതിനകത്ത് എന്തോ ഉണ്ടല്ലോ. എന്തുണ്ട്? പഴവി പോയല്ലേ എടുത്തി, പഴഞ്ചനായിട്ട് കീറിയതായിരിക്കും. തന്നെ അമ്മ ഇനി കൂടെ ഇടാ ഒന്നുമില്ല. നീ വെട്ടാനാണെ ആ യൂണിഫോം കൂടെ ഉള്ളു. വെട്ടാനോ? വെട്ടാൻ മറ്റേ എലി ഇങ്ങനെ കണ്ടു തിന്നത്തില്ലേ, അത് വെട്ടുന്ന കാര്യം പറഞ്ഞത് അല്ലേ? അതുകൊണ്ട് ഇപ്പൊ എന്തോ അതിലിപ്പോ ഒന്നുമില്ല. എനിക്ക് ഒരു പുതിയ ഉടുപ്പൊക്കെ മേടിക്കണം ഉണ്ട് ഏട്ടത്തി. എല്ലാം പഴയതായി ഏട്ടത്തി. അതുകൊണ്ട് ഞാനൊരു ഷർട്ട് മേടിച്ച് കാലം പറഞ്ഞു. അയ്യോ, നീ മറന്നുപോയതല്ല. നീ ഇന്നേ വരെ സ്വന്തമായിട്ട് ഒരു ഷർട്ട് മേടിച്ചിട്ടില്ല. അല്ല, എനിക്ക് ആരെങ്കിലും മേടിച്ചു തരാൻ വേണ്ടേ? ആരും മേടിച്ചു തരാറില്ലല്ലോ. ഇല്ല പാവം. ആരെങ്കിലും മേടിച്ചു തന്നെ ഷർട്ടൊക്കെ ഇടാറുന്നല്ലേ. ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേരാ. സ്ഥലം വിട് പോ. സാറില്ല, ഞാൻ വേറെ ആരെങ്കിലും മേടിക്കാൻ പറ്റുമോ നോക്കാം. അതല്ലേ പിന്നല്ല, ആരും മേടിച്ചു തരാനൊന്നുമില്ലല്ലോ. അത് സ്വന്തമായിട്ട് മേടിക്കരുത്. ഞാൻ ഉള്ള ഡ്രസ്സ് സൂക്ഷിച്ചു ഉപയോഗിക്കണം. എന്താ പ്ലാനോ? എന്താ പറഞ്ഞേ? പ്ലാൻ ഒന്നുമില്ല. പ്ലെയിൻ അപ്പം പ്രത്യേക പ്ലെയിൻ ആയിരിക്കും. ഫുൾ ഉടായിപ്പ്. ചേട്ടാ, കീറി ഷർട്ട്. കീറി? ഷർട്ട് കീറി. പുതിയ ഷർട്ടല്ലേടാ ഇത്? കീറി കൊണ്ടുവന്നേക്കണത്? പഴയത് ഷർട്ടാ, പഴയത്. ഇതാ? അച്ഛാ, ഇത് കണ്ടാ? ഇതോടെ നിങ്ങൾ രണ്ടുപേരും കളിക്കണ? പുതിയ ഷർട്ട് വാങ്ങിച്ചിട്ട് അതിനെ കീറി കൊണ്ടുവന്നേക്കണ? എന്റെ ചേട്ടാ, ഇത് പുതിയ ഷർട്ടൊന്നും അല്ല, പഴയ ഷർട്ടാണ്. ചേട്ടാ, ഞങ്ങൾക്ക് പുതിയ ഷർട്ട് മേടിക്കാനുള്ള പൈസ തരണം. എന്തോ? പുതിയ ഷർട്ട് മേടിക്കാനുള്ള പൈസ തരണമെന്ന്. സ്വന്തമായിട്ട് അങ്ങ് വാങ്ങിച്ചാൽ മതി. സ്വന്തമായിട്ട് അങ്ങ് വാങ്ങിച്ചാൽ മതി, കയ്യിൽ നിന്ന് കാശ് മുടക്കിയിട്ട്. ചേട്ടാ, ചുമ്മാ വേല ഇറക്കാതെ കാശ് എടുക്കണം ചേട്ടാ. ഞാൻ ഓൺലൈൻ വഴി ഓർഡർ ചെയ്തോളാന്ന്. പടാ അവിടുന്ന്. പോടാ അടുന്നോ ചേട്ടാ. ഈ പൈസ എല്ലാം പൂഴ്ത്തി വെച്ച് കഴിഞ്ഞാലേ അവസാനം നോട്ട് നിരോധനം വന്നാൽ അതെല്ലാം ഒരിക്കലും എടുക്കാൻ പറ്റാതെ നോക്കിയോ. ചുമ്മാ പ്രാവാടാ, ചുമ്മാ അവിടെ എന്താണ് ആവശ്യം? വാങ്ങിച്ചു തരൂ. എന്താ ആവശ്യം? ഉള്ളതാണ് കിട്ടാ മതി. ഇപ്പൊ ചെല്ല്. ചേട്ടാ, പുതിയ ഷർട്ട് വേണമെന്ന്. പൈസ ഉണ്ടെങ്കിൽ എടുത്തതാ. നിങ്ങൾക്ക് ഇപ്പൊ ഷർട്ട് വേണം? അത്ര ഷർട്ട് വേണം. മാറങ്ങോട്ടോ, മാറവിടെ. ഞങ്ങൾക്ക് പുതിയ ഷർട്ട് എടുത്ത് തരുമോ ചേട്ടാ? പൈസ ഏട്ടനെ മാത്രമേ ഞങ്ങളുടെ സ്നേഹം ഉള്ളൂ. നോക്കിയെടുത്തു. ഇത് പഴയതല്ലേ? എടാ, തേച്ച് അയൺ ചെയ്ത് ചേട്ടാ, ഇത് 2002 ഷർട്ട്. ഇതൊക്കെ ഇത് പഴയ ഷർട്ടാണ്. പോടാ, ഇഷ്ടമുള്ള നോക്കിയാ അങ്ങോട്ട്. അപ്പൊ എനിക്ക് നീ പറഞ്ഞില്ല, നീ ഉള്ളത് ഇട്ടാ മതി. അല്ല, ഉത്തണം പുത്തം പോലെ കൊണ്ടു നടക്കുന്ന ഷർട്ട് ഇട്ടോളാൻ പറയാ. ആണല്ലേ? അമ്മ ഇത്തിരി പറ അമ്മ, ഇത് പൈസ കൊടുക്കാൻ. ചേട്ടാ, പൈസ തരൂ. എടാ, എന്റെ കയ്യിൽ കാശൊന്നും ഇല്ലടേ. ചേട്ടത്തി പൈസ തരൂ. എന്നെ നോക്കണ്ട, എന്റെ കയ്യിൽ പൈസ ഒന്നുമില്ല. എന്തിനായിട്ട് ഇങ്ങനെ മോത്തോക്കി കള്ളം പറയുന്നത്? എന്ത് കള്ളം? മോത്തോക്കി കള്ളം പറയല്ലേ? എന്നാ ഞാൻ സത്യം പറയട്ടോ. ഞാൻ ഇപ്പൊ വരാം. ഒരു സെന്റ് ഞാൻ വരാം. ഞാൻ തലവേദന എടുക്കുന്നു. എഫ്ടി കിട്ടിയ പൈസ, എഫ്ടി കിട്ടിയ കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു. എഫ്ടി നീ പറഞ്ഞല്ലോ എന്റെ അടുത്ത്. ഞാനൊന്നും പറഞ്ഞില്ല, നിങ്ങൾ പോലും പറഞ്ഞു. ഞാൻ എന്തൊന്ന് പറയാൻ വേണ്ടിട്ട്? എഫ്ടി കിട്ടിയ കാര്യം ഞാൻ അറിഞ്ഞു. എനിക്ക് പൈസ ഉണ്ടെങ്കിൽ താ. നിന്റെ ഒരു 10ന്റെ പൈസ തരില്ലല്ലോ. ഞാൻ 10ന്റെ പൈസ തരത്തില്ല. തരൂല ചേട്ടാ. 32,000 രൂപ കിട്ടും. 32,000 രൂപ. അതിനകത്തൊരു 10,000 രൂപ ഞങ്ങൾക്ക് തന്നെ ഞാൻ ഓൺലൈൻ വഴി ഇവിടെ ഉള്ളവർക്കുള്ള ഞാൻ ഡ്രസ് എടുത്ത് കൊടുക്കാം. എന്റെ പൊന്നു കുഞ്ഞ്, അത് നമ്മൾ ഇവിടെ വേറെ ആവശ്യത്തിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന പൈസ. അതാണ് ഞാൻ പറഞ്ഞ 32,000 രൂപ നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ അതിനകത്ത് 10,000 രൂപ എനിക്ക് തന്നു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഉള്ളവർക്കെല്ലാം ഓൺലൈൻ വഴി ഡ്രസ് എടുത്ത് കൊടുക്കാന്ന്. നീ ഇപ്പൊ അങ്ങനെ കൊടുക്കണ്ട. കൊടുക്കണ്ട. തരൂലല്ലേ? തരണ്ട. ഇപ്പൊ ഈ രഹസ്യം എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഇത് പരസ്യമായി കഴിഞ്ഞാൽ 32,000 രൂപ പോകുന്ന വഴി കാണും. കാണിച്ചു തരാം. ഞാൻ കാണിച്ചു തരാം. നീ കൊണ്ട് കാണിക്കും. ഞാൻ കാണിച്ചു തരാം. എന്തെങ്കിലും പറഞ്ഞ് പിന്തിരിപ്പിക്കും. എല്ലാവരും പോയി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ FD തന്നെ ഇപ്പൊ പൊട്ടിക്കേണ്ടി വരും. സെറ്റ് മീൻകറി അല്ലേ? നീ വാങ്ങിച്ചോണ്ടൊന്നായിരിക്കും സെറ്റ് മീൻ കരുത്. ഒരു കാശിന് കൊള്ളൂലടേ. അതെന്തോ അങ്ങനെ ഒരു കുറ്റം പറഞ്ഞില്ല. പിന്നെ 3 പീസ് കഴിച്ചത് എപ്പോഴും? അത് പിന്നെ അവള് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയല്ലേ, കഴിക്കാതിരിക്കാൻ പറ്റൂ. അതുകൊണ്ട് കഴിച്ചതാടാ. അല്ല, മീൻ ഇഷ്ടപ്പെട്ടില്ല. അല്ല, എനിക്കൊരു കാര്യം പറയണം. എനിക്കൊരു കാര്യം. ഡ്രസ്സിന്റെ ആരാണ് നീ മിണ്ടണ്ട.
ഡേയ് യോൻ പറയുവാണേ ഓ അതല്ല വേറൊരു കാര്യമൊന്ന്. അതല്ല യോൻ പറയുവാണേ കാശ് അവന്റെ കൊടുത്താ ഓൺലൈനിൽ ചീപ്പ് റേറ്റിൽ ഡ്രസ്സ് വാങ്ങിച്ചു തരാന്ന്. എന്താ ഞാൻ പറയട്ടോ, സുമേ പറയരുത്, നിന്റെ ചേട്ടത്തിയാ പറയുന്നത് പറയരുത്. എന്ന് ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് നടത്തിത്തരാൻ പറ്റൂ? ഒന്നും പറ്റുന്നില്ല, ഒന്നും പറ്റുന്നില്ല. പറ്റത്തില്ലേ? എന്തോടാ പറ്റത്തില്ല. നീ പറ. ഞാൻ പറഞ്ഞാലും നിങ്ങൾക്ക് നടത്തിത്തരാൻ പറ്റത്തില്ല? ഇല്ലെന്നല്ല പറഞ്ഞേ. എടാ എന്താ കാര്യം ആരെങ്കിലും ഒന്ന് തെളിച്ച് പറയടേ. ഞാൻ പറയാം. ആ പറ. ചങ്കുണ്ണി വെള്ളച്ചന്റെ വീട്ടിലെ പറമ്പിലെ കുളം വറ്റിച്ചിട്ട് അവിടുത്തെ മീൻ പിടിക്കണം ഇവന്. ആ അല്ല 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 അല്ല. അങ്ങനെ പറഞ്ഞോ? ആ, അങ്ങനെ പറഞ്ഞു. നീ എന്ത് പറഞ്ഞു? പറ്റൂല എന്ന് പറഞ്ഞു. നീ പറ്റൂലെന്ന് പറഞ്ഞു. ആ. അത് നീയാണോ പറയേണ്ടത്? പിന്നെ ഡേയ് ശങ്കുണ്ണി ചേട്ടന്റെ വീട്ടിലെ കുളമൊന്നും പറ്റിക്കാൻ പറ്റില്ല കേട്ടാ. അയ്യോ, അതല്ല കാലിയാക്കൽ പോക്കറ്റ് കാലി കാലി മറ്റേ കരിങ്ങാച്ചിറയില് മറ്റേ കട കാലിയാക്കൽ നടക്കല്ലേ, ഇവൻ അവിടെ നിന്ന് ഇപ്പൊ പോയി ഡ്രസ്സ് മേടിക്കണമെന്ന്. ഞാൻ പറയട്ടോ നമ്മള് സമ്മതിച്ചു. മൂന്നോട്ട് സമ്മതിച്ചു. അല്ല, എടേ. മൂന്നോട്ട് സമ്മതിച്ചു. കാര്യം പറഞ്ഞിരുവോ? അല്ല ഞാൻ പറയാം അച്ഛാ, എല്ലാവർക്കും ഒരു സന്തോഷ വാർത്ത. ഇവിടെ എല്ലാവർക്കും ഉത്തവണ്ണൻ ഓരോ ജോഡി ഡ്രസ്സ് എടുത്തു തരാൻ തീരുമാനിച്ചു. ഛേ, ആ. ആണോ? അതാണോ അവൻ പറയാൻ? അതാ പറയാം, സർപ്രൈസ് ആയില്ലേ? ഭയങ്കര സർപ്രൈസ്. കറാകത്ത് അത് കറ. മരുമോനെ ശരിക്കേ എനിക്ക് വേറെന്തോ ഡൗട്ട്. എന്തായിരിക്കും അവൻ പറയാൻ വന്നത്? എന്റെ പോലീസ് ബുദ്ധിയിൽ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? എന്റെ പോലീസ് ബുദ്ധി തോന്നണതേ ആ ചുമ്മാ കിട്ടുന്ന ഡ്രസ്സ് മഞ്ചിനും ഉണ്ടായിരുന്ന പോരി. ആണല്ലേ? വേറെ കാര്യമൊന്നുമില്ല. എന്നാ പിന്നെ എങ്ങനെ മതി? ഒരു ജോഡി ഡ്രസ്സല്ലേ. പക്ഷെ മീൻ കറിയേ ഏറ്റവും മീനായിട്ട് നല്ല കൊള്ളൂലടാ അത്. ചുമ്മാ അമ്മ. ഡ്രസ് റെഡി എല്ലാരും വായോ. ഡ്രസ് റെഡി എല്ലാരും വായോ. ഡ്രസ് റെഡി എല്ലാരും വായോ. ചിരവാ. ഡ്രസ് റെഡി കിടാ. അത് തന്നെ വന്നാടായി കിട്ടിയാ? വരാതെ ഏ? പിന്നെ വരാതെ. ആടേ അവിടെ. ആഹാ വിളിച്ച് കേട്ടാ. ഡേയ് നീ സെറ്റ് ചെയ്തല്ല, നീ കൊള്ളാം കേട്ടോ. സുമേഷ് ഒരു കാര്യം ഏറ്റതാണല്ലേ. ഡേ 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 കൂടുതൽ വാചം അടിക്കൊന്നും വേണ്ട. സാധനം ഞാൻ കണ്ടത് ഒപ്പിച്ചല്ലേ നീ? ഇതല്ലാതെ അച്ഛനുള്ള സാധനം തന്റെ വീട്ടിൽ ഇപ്പൊ ശ്ശേ. ഡേ, കേട്ടാ? കൊള്ളാം. ചെറുതാ അളിയിൽ പറ്റും. ഡ്രസ് കിട്ടി കേട്ടാ. ഡ്രസ് കണ്ണളിയ ഡ്രസ്. ഡേയ് ഇത് വെള്ളപ്പൊക്ക സമയത്ത് വീട്ടിൽ വന്ന് വാങ്ങിച്ചോണ്ട് പോണ പഴയ ഡ്രസ്സല്ലേടാ ഇത്? അതാ ആണാ? അയ്യേ ശരിയാട്ടാ. ഇത് എന്നതാണ് ഇത്? അത് പിന്നെ നിനക്ക് ഇതൊക്കെ എങ്ങനെ പറ്റണേ? നീ കേട്ടാ ഈ വൃത്തിയുടെ ആഗ്രഹ സൈറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കണം. എന്റെ കാശ് പോയി. അയ്യോ കാശൊന്നും പോയില്ല. ഞാൻ പിന്നെ അങ്ങനെ നിങ്ങളുടെ കാശ് എന്റെ കാശ്, എന്റെ അമ്മ തന്ന കാശ്. അമ്മ വന്ന കാശാ? കാശ് എടുക്കണം. അത് പിന്നെ 10,000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ 10,000 രൂപ ക്യാഷ് ബാക്ക് കിട്ടും. 10,000 രൂപ കൈ കിട്ടുമോ? അത് കൊള്ളാം കേട്ടോ, നല്ല പരിപാടിയാ. പൈസ കിട്ടിയാ? പൈസ കിട്ടിയില്ല, കൂപ്പൺ കിട്ടി. കൂപ്പൺ ഈ അവിഞ്ഞ ഡ്രസ്സിൽ പിടി. നീ എന്നെ ഇട്ടോ കേട്ടോ. എനിക്കിതൊന്നും വേണ്ടേ, ഞാൻ എന്റെ പഴയ ഷർട്ടൊക്കെ ഇട്ടോളാം. കേട്ടാ നിങ്ങൾ വാങ്ങിച്ചിട്ടോ, നിങ്ങളല്ലേ പൈസ കൊടുത്തത്. കാര്യം മനസ്സിലായടാ. ചേച്ചിയെ നൈസിട്ട് അങ്ങ് വഹിച്ച് നിന്നെ സൈറ്റ് പറ്റിച്ച്. കൊള്ളാം. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്ക്, 24 മണിക്കൂറിനുള്ളിൽ എന്നെ പൈസ തിരിച്ചു തന്നില്ലെന്നുണ്ടല്ലോ, എടുക്കണല്ലോ പൈസ. പൈസ പൈസ കൂപ്പൺ തന്നാ മതി. ഉത്തരടാ. 10,000 രൂപയ്ക്ക് മേടിച്ചു വെച്ചേക്കുന്നു. എന്റെ കാശ് എന്തെങ്കിലും കണ്ടല്ലോ, മുട്ടാളെയും തല പിടിക്കും. മിണ്ടാൻ വന്നായിരുന്നു നീ കൂടെ. പറ്റിപ്പോയി. എന്നെ പറ്റിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. സുമേഷാമ്മ നമുക്കിത് വേണ്ട. ഡ്രസ് ഇതെന്തോന്ന്? അടുത്ത വെള്ളപ്പൊക്കം വരുമ്പോഴേ എടുത്തിടാം. വെച്ചോ. അവനെനിക്ക് ചേരില്ല. തമാശ പറഞ്ഞായിരിക്കും. ചേച്ചി എന്താ? മലക്കറി അരിഞ്ഞോണ്ടിരിക്കുകയാണല്ലേ? അല്ല, പുല്ല് വെട്ടുക. അത് പളിയ പുല്ലാണ് കഴിക്കണേ.
ഞാൻ ചുമ്മാ തമാശ പറഞ്ഞത്. എന്തോ വേണം? അല്ലേ ചേച്ചി ഫോൺ നോക്കൂ. എന്തോ മനസ്സിലായില്ലേ? ചേച്ചി കണ്ടോ? മൊത്തം പൊട്ടി പൊളിഞ്ഞ് ചീത്തയായി. ഞാൻ വെളി കാണിക്കാൻ തന്നെ ഭയങ്കര നാണക്കേട്. വെളി കാണിക്കണ്ട, നീ പോക്കറ്റ് വെച്ചാ മതി. ആ പക്ഷെ അങ്ങനെയല്ലേ ചേച്ചി, ഞാൻ വിചാരിച്ചേ ഉം. പുതിയ ഒരെണ്ണം വാങ്ങിച്ചാലോ എന്ന് വിചാരിക്കുകയാണ്. നല്ല കാര്യം, മേടിക്കേ. അല്ല അതൊരു 10-15 രൂപ ആവൂലേ? ആ പിന്നെ 10-15,000 രൂപ കൊടുക്കാൻ നല്ല ഫോൺ കിട്ടുമോ? ഒരു 5,000 രൂപ എൻ്റെ ഉണ്ട്. അല്ല ചേച്ചിക്ക് ഇൻട്രസ്റ്റ് കിട്ടിയ പൈസ 10,000 രൂപ തന്നിരുന്നെങ്കിലേ തന്നിരുന്നെങ്കിൽ 15,000 രൂപ ഫോൺ വാങ്ങിക്കായിരുന്നു. അല്ല ചുമ്മാ വേണ്ട, ഞാൻ 2 മാസം കഴിയുമ്പോഴേ ഞാൻ തിരിച്ചുള്ള ഇൻട്രസ്റ്റ് കാണിക്കാം. ആ മോഹം അങ്ങ് കൈ വെച്ചാ മതി കേട്ടോ. ശരി ചേച്ചി, ഒരു 8,000 രൂപ എന്നാ ബാക്കി ഞാൻ എങ്ങനെ സംഘടിപ്പിക്കായിരുന്നു. എന്റെ പൊന്ന് ശിവ, അതിൽ നിന്ന് 5 പൈസ എടുക്കാൻ പറ്റൂല. ഞാനത് ഇന്നലെ തന്നെ തിരിച്ചുകൊണ്ട് FD ആക്കി ഇട്ടു. FD ആക്കി ഇട്ടാ? ആ തിരിച്ചുകൊണ്ട് FD ആക്കി ഇട്ടാ? ആ അപ്പൊ ഞാൻ നിന്നിട്ട് കാര്യമില്ല. ഒരു കാര്യമില്ല, മക്കള് ചെല്ല്. പിന്നെ EMI ഫോൺ എടുക്കാല്ലേ? നല്ല കാര്യം. ന്യൂ ഇയർ ആയതുകൊണ്ട് എന്തെങ്കിലും ഓഫറും കാണും. ചെല്ല്. ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ, നിനക്ക് അവിടുന്ന് ശമ്പളം പൈസ ആയിട്ടാണോ ചക്കക്കുരു ആയിട്ടാണോ കിട്ടുന്നത്? പൈസ ആയിട്ട്. ആണല്ലേ? ഓർമ്മിപ്പിച്ച. ചെല്ല് പോ. അല്ല അതിനിങ്ങനെ ഒരുപാട് പ്രാരാബ്ദങ്ങൾ. പ്രാരബ്ധം പിന്നെ പൊട്ടിയ ഫോണായോണ്ടാണ്. മനസ്സിലായി. EMI എടുക്കാം, കിട്ടുമായിരിക്കും.